കൂട്ടുകാരെ, ഇത് നമ്മുടെ വേപ്പ് മരത്തിൽ പിടിച്ചിരിക്കുന്ന പയറാണ് കേട്ടോ. ഒരു ചൂട് പയർ അവിടെ അതുമേ പിടിച്ച് കയറി. ഇത് താഴത്ത് ഇതുണ്ട, ഓരോ സ്ഥലത്തായിട്ട് ഉണ്ടായി കിടപ്പുണ്ട്. ഒരെണ്ണം ഞങ്ങൾ കിളിപ്പിക്കാൻ വേണ്ടി ഇട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ പ്രിയ പത്നി അത് ഇതേ പറിച്ചെടുക്കണ്. ഇത് കണ്ട, ഇത് കണ്ട, ഇതാണ് അതിൻ്റെ വലിപ്പം. ഇത് എത്ര പയർ ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് ഇപ്പോൾ നമുക്ക് പൊളിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. നമ്മുടെ വഴുതനയാണ്. ഈ വഴുതനയില മുറിച്ചതായിട്ട് കാണപ്പെടുന്നത് കണ്ടോ, അതൊരു ടൈപ്പ് വണ്ട് കയറിയിരിക്കുന്നതാണ്. ഞാൻ പയറിൻ്റെ വീഡിയോയുടെ ഒക്കെ ഇതൊന്നും എടുത്തത് നമുക്കെല്ലാവർക്കും പച്ചക്കറികൾ കൃഷി ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ട, ഈ ഒരു ഐറ്റത്തിന് കണ്ട, ഇവനാണ് നമ്മുടെ ഇലകളൊക്കെ തുറന്ന് അതിൻ്റെ ഓജസ്സും തേജസ്സും ഒക്കെ നഷ്ടപ്പെടുത്തി കളയുന്നത്. അതിൻ്റെ പരിണിത ഫലമാണ് ഈ കാണുന്നത്. ഇനി ഈ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും, ഇതിൻ്റെ കംപ്ലീറ്റ് ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും. ഇതിന് നാച്ചുറലായിട്ടുള്ള വളങ്ങൾ കിട്ടും. അത് നമ്മുടെ പച്ചക്കറി വിൽക്കുന്ന സ്ഥലത്ത് പച്ചക്കറി കടയല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ കൃഷിക്കായിട്ട് സീഡ്സ് വിൽക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ തൈകൾ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. നമ്മുടെ കപ്പലിൻ്റെ ഉണ്ടാകുന്ന ചെടിയാണിത്. ഇത് ഇച്ചിരിച്ച് വലുതായി കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ ഒരുപാട് അണ്ണാൻ വരും. അണ്ണാൻ വന്ന് കടിച്ചു നിന്നിട്ട് പോകും. ഓടല്ലേ ഹൗ മെനി ഹൗസ് ചേട്ടാ? എന്നിട്ട് പറയാം. നിനക്ക് ബെറ്റ്. ഇതാണിപ്പോൾ നമ്മൾ പറിച്ചെടുത്ത പയർ. 20 പയറാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.